ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൊഴലപ്പാണ്. അപ്പൊ നമുക്കിനി ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട. ആർക്കും തന്നെ ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഴലപ്പത്തിന്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ഇവിടെ 20 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഉഴുന്നിൻ്റെ ആ വെള്ളമൊന്നും എടുക്കണ്ട, നമ്മൾ ഉഴുന്ന് കോരിയിട്ടാൽ മതി. നമുക്ക് പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് ലാസ്റ്റ് പറയാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയും കൂടെ ചേർത്തി എടുത്തിട്ടുണ്ട്. അത് അരച്ചു കഴിയുമ്പോഴത്തേന് ഈ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് വരണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അവിടെ നന്നായിട്ട് ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരുവിധം ആരും തന്നെ ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാറില്ല. അപ്പോൾ ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൊമ്മളിച്ച് വരികയും നല്ലൊരു ടേസ്റ്റും കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ കൊഴലപ്പം കിട്ടും. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്ര നന്നായിട്ടാണ് പൊങ്ങി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഞാനിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇപ്പം ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ തീയൊന്നും ഇല്ല. ഇപ്പം അടുപ്പിലായതുകൊണ്ട് കുറച്ച് പുകയുടെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്യാസിലുണ്ടാക്കുന്നതെങ്കിൽ സിമ്മിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഒരുവിധം ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ള് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. ആദ്യത്തെ ആ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ എള്ളിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല ചൂട് കാണും. ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സമയം കുഴച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ളപ്പോൾ തന്നെ കുഴയ്ക്കണം. അപ്പം കുറേ ആയിട്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒരു പിടി കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കി വെക്കുക. അപ്പോൾ പിന്നെ ഉണ്ട പിടിക്കാനും എല്ലാത്തിനും കുറച്ചുകൂടെ നല്ല ഈസി ആയിരിക്കും. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഓരോ ഇതെടുത്തിട്ട് ഓരോരോ ചെറിയ ഉരുളകളാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പരത്തുമ്പോഴൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഉരുളകളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് വലുപ്പത്തിനുള്ളത് കിട്ടും. നമുക്ക് ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പമാണ് ഈ ഉരുളയ്ക്കുള്ളത്. ഇതുപോലെ നമുക്ക് കുറച്ച് ഉരുളകളാക്കി വെക്കാം. ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ പരത്തിയതിന് ശേഷം ഇതിനകത്തോട്ടാണ് ചുരുട്ടി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിടിക്കാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പ്രസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതിലേക്ക് 2 സൈഡിലും പ്ലാസ്റ്റിക് പേപ്പർ ഷീറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ പരട്ടിയിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിലും അടി പിടിക്കും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ പുറത്തായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോഴത്തേനും അത് വിട്ട് വരും. ഇപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണയുടെ കവറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് രണ്ടാമതൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്, നല്ല കനം കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ഉണ്ടെങ്കിലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഒത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു ആദ്യത്തെ ട്രിപ്പ് വറക്കാനുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, അതിനുശേഷം വറക്കുക. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ കൊഴലപ്പം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പം ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെക്കാൻ, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിം നല്ല ഹൈ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. എണ്ണ കുടിക്കാവുന്ന സാധ്യത കൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ഒത്തിരി സമയമൊന്നും വേണ്ട, ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ നല്ല കളറ് മാറേണ്ട ആവശ്യമൊന്നുമല്ല. കുറച്ച് സമയം ഇതാകുമ്പോഴത്തേന് നമുക്ക് ഇതിങ്ങനെ ഇളക്കി നോക്കിയാൽ മനസ്സിലാവും, നല്ല കിലുകില എന്നുള്ള സൗണ്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നത് കണ്ടോ? ഇതുപോലത്തെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. ഞങ്ങൾ പൊതുവേ മധുരമുള്ള കൊഴലപ്പമാണ് ഉണ്ടാക്കാറ്. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര പാനി തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. കണ്ടോ, കൊഴലപ്പമൊക്കെ നന്നായിട്ട് കൊമളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉഴുന്ന് ചേർത്ത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചേർത്ത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.